ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്രാടത്തിൻ്റെ ദിവസത്തിന് ഇന്നത്തെ വ്ളോഗാണ്. അപ്പോൾ രാവിലത്തെ എണീച്ച് ചായൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കി തലേന്നത്തെ പൂക്കളൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഒക്കെ ഞാൻ അടിച്ചു വരി തുടച്ചു കേട്ടോ. തുടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഫേസ് പാക്ക് മുഖത്തിട്ടിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഓണമൊക്കെ അല്ലേ, ഒന്ന് ഗ്ലോ ആവാമെന്ന് വെച്ചിട്ടോ. അത് നോക്കി അതിൻ്റെ ചന്തം നോക്കിയിരിക്കുമ്പോഴാണ് അപ്പം നബിദിനത്തിൻ്റെ റാലി പോകുന്നത് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ ദഫ്മുട്ടായിട്ടും പിന്നെ കുറേ ഫ്ലവേഴ്സ് കയ്യിൽ പിടിച്ചിട്ടും പിന്നെ ഒരു പാട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാനത് നോക്കി നിന്ന്, പിന്നെ വെച്ച് നോക്കി നിന്ന സമയം പോകുമല്ലോ, ബാക്കി പണികളങ്ങ് തീർത്തേക്കാന്നേ. അപ്പോഴത്തേക്കും വാവേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വാവിയും അച്ഛനും കൂടി ചായ കുടിക്കാനിരുന്നേ. കുട്ടിക്ക് ഇഷ്ടമാണ് അവൽ, അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അവർ ചായ കുടിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ വേഗം പോയി കുളിച്ച് വന്നേ. ഇനി മെയിൻ പണി എന്താ വെച്ചാൽ പൂവിടണം. പിന്നെ ബാക്കി അടുക്കളത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കുളിച്ച വഴി തന്നെ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ തിരുമ്മാൻ വേണ്ടിയിട്ടിട്ട് അത് അവിടുന്ന് സൈഡിൽ നിന്ന് ആയിക്കോളുമല്ലോ. പിന്നെ നബിദിനത്തിൻ്റെ റാലി പോകുന്ന സമയത്ത് ചെറുത് കൊലയിലുണ്ടായപ്പോൾ അവൾക്ക് മുട്ടായി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ചായ കുടിക്കുന്ന മുന്നേ പൂവിടാമെന്ന് വിചാരിച്ചു. ഞാനും വാവയും കൂടെ പൂവിടാൻ വേണ്ടി കൊലയിൽ വന്നിരുന്ന് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട്. അപ്പോൾ ഞങ്ങൾ വെച്ച് പൂവൊക്കെ ഇട്ടിട്ട് മെല്ലെ ചായ കുടിക്കാമെന്ന്. ഞാൻ പൂവ് ഇടാൻ വേണ്ടി കളം വരയ്ക്കുന്നതിനൊക്കെ മുന്നേ ആയിട്ട് തന്നെ അവൾക്ക് പറ്റുന്ന പോലെ ഒരു വിധം അവിടെ അലമ്പാക്കി തന്നിരുന്നായിരുന്നേ. പിന്നെ അതൊക്കെ പെറുക്കി മാറ്റി വെച്ച് പൂക്കൾ ഓരോന്നായിട്ട് അരിഞ്ഞ്, സാധാരണ ഞാൻ ചിലപ്പോൾ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെക്കാറുണ്ടായിരുന്നു. പക്ഷെ അന്നെന്തോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അന്നേ ദിവസം പൂവൊക്കെ അരിഞ്ഞ് വെച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവർ തിരിച്ച് റാലി പോകുന്ന സമയത്ത് അവൾക്ക് പിന്നെയും മുട്ടായി കുറച്ച് കൊണ്ട് കൊടുത്തിട്ടോ. എനിക്ക് നല്ല സന്തോഷമായി, നമുക്ക് തന്നെ തിന്നാലോ. പിന്നെ ഞാൻ പൂ ഇടാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെയാണ് വരച്ചത്. ഫസ്റ്റ് ആ സെൻറ്ററിലുള്ള റൗണ്ട് മാത്രമാണ് ആ പ്ലേറ്റ് വെച്ച് വരച്ചത്. ബാക്കിയൊക്കെ ഞാൻ കൈ കൊണ്ട് വരച്ചതാണ് കേട്ടോ. അപ്പോൾ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പറ്റുന്ന പോലെ പൂവൊക്കെ അരിഞ്ഞ് വൃത്തിയിൽ അതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചെറുത് നല്ല കുരുത്തക്കെട്ട കളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ മൈൻഡാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാനിട്ട ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ലാസ്റ്റിലേക്ക് കാണാം കേട്ടോ. നല്ല മെനക്കെടുണ്ട് കേട്ടോ. ഒരു 1-1.5-2 മണിക്കൂർ ഞാൻ ഇതിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. സംഭവം ചെറുതാണെങ്കിലും വിട്ട് കാണുമ്പോൾ നല്ല സാറ്റിസ്ഫൈങ് ആണെങ്കിലും നല്ല മെനക്കെടുണ്ട് ഈ പണിക്ക്. പിന്നെ പൂ ഇട്ട ശേഷമുള്ള ആഫ്റ്റർ സീൻസാണ് നിങ്ങൾ കാണുന്നത്. നല്ല പൂ ഇടുന്നതിനേക്കാൾ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയതാണ്. കാരണം പൂവിലേക്കൊന്നും ആവാനും പാടില്ല, നമ്മൾ ആ സൈഡൊക്കെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ചായ കുടിക്കായിരുന്നേ. വെള്ളയപ്പവും നീർദോശയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ചിക്കൻ കറി തലേന്നത്തായിരുന്നേ. അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഓണം മഴ കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് അന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ അടിച്ചിടണമെന്ന് നിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിന് ചായ കുടിച്ച് പോയി അടിച്ചു വരിട്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ മത്തൻ? ഇത് പടുമുള മുറിച്ചതാണ്. പക്ഷെ 4-5 മത്തൻ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. പിന്നെ ഞാൻ മെഷീനിൽ അപ്പോഴത്തേക്കും തുണി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മുറ്റത്ത് കൊണ്ടുപോയിട്ട്, മഴക്കാർ കാണുന്നുണ്ട് പക്ഷെ വെയിലിട്ടില്ലാനും മഴ ഇല്ലാനും ഭയങ്കര ചൂടും ആ ഒരു കാലാവസ്ഥയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും മഴ പെയ്യണവരെ അവിടെ കിടക്കട്ടെ, ഇല്ല വെച്ചാൽ അത് ഉണങ്ങി കിട്ടുമല്ലോ. കാരണം 2 ദിവസം നല്ല മഴ പെയ്തിട്ട് ഒരു തുണി ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും എന്തെങ്കിലും ആവട്ടെ വെച്ച് അവിടെ വെച്ച് പിന്നെ അടുക്കളയിലേക്ക് പോകുന്ന വാവേനൊക്കെ ഉറക്കിയ ശേഷം കുട്ടിക്ക് എണീച്ചാൽ കൊടുക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കി കേട്ടോ. റാഗിയും പഴവും ഓട്സും വെച്ചിട്ട്, ഓട്സ് മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു പാൻ കേക്ക് പോലെയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അടുക്കളയിലെ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കാൻ നോക്കിയിട്ടോ. അപ്പം തന്നെ സമയം ഏകദേശം ഒരു 10-12 ആയിട്ടുണ്ടേ. ഞാൻ ചോറൊക്കെ വാർത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ അടുക്കളയിൽ വന്ന ഗ്യാപ്പിൽ തന്നെ നല്ല മഴ പെയ്ത് ഞാൻ ഓടിപ്പോയി തുണിയൊക്കെ എടുത്തുകൊണ്ടൊന്നും കൊലായിൽ ആദ്യത്തെ തുണിയൊക്കെ മാറ്റിയിട്ട് പുതിയ തുണി ഇടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ നമുക്ക് റൂമിലും അടുക്കളയിലൊക്കെ ആയിട്ടാണ് അയൽ കെട്ടിയത്. മഴയാകുമ്പോൾ അങ്ങനെയാണല്ലോ, അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ മഴയില്ലാതെ നമുക്ക് പറ്റില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സൈഡിലെ തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഇന്ന് തിരുമ്പിയ തുണികളൊക്കെ അങ്ങോട്ടിട്ട് ബാക്കിയൊക്കെ അകത്ത് കൊണ്ടുപോയിട്ടോ. അങ്ങനെ 2 സൈഡിലും. അപ്പോഴാണ് രാവിലത്തെ നബാട്ടീൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അതിനൊരു നബാട്ടിയൊക്കെ എടുത്ത് തിന്ന് റൂമിലേക്ക് പോയി നോക്കുമ്പോഴേക്കും ചെറുതെണീച്ച് എന്നെ തിരഞ്ഞ് അടുക്കളയിലേക്ക് പോയിരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വേഗം അവളെ പോയി എടുത്തൊന്ന്, ഉറക്കച്ചടവാണല്ലോ ഉണ്ടാവുക, അതൊന്ന് ചെണുങ്ങിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊന്ന് വാവേനെടുത്ത് തട്ടി ഉറക്കാനൊക്കെ നോക്കി, പക്ഷേ ആൾ ഉറങ്ങിയില്ല. പിന്നെ നമുക്ക് മുണ്ടൊക്കെ വക്കടിക്കാൻ കൊടുക്കാണ്ടായിരുന്നേ, നാളെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൊടുക്കാനുള്ള മുണ്ട്. അപ്പോൾ ഞാനതൊക്കെ അലമാരയിൽ നിന്ന് എടുത്ത് കടിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അതാണ് ആളിങ്ങനെ ടാറ്റ പോവാ എന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ആൾക്ക് നേരത്തെ തന്നെ ഞാൻ ദോശ ആക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ, പാൻ കേക്ക് അല്ല, ഞാൻ ദോശ പോലെയാണ് ചുട്ടത്. അത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ കൊടുക്കാൻ പോയതും മുണ്ടുമൊക്കെ അടിക്കാൻ കൊടുക്കാൻ പോയതൊക്കെ കേട്ടോ. പിന്നെ ഞാൻ ചോറിൻ്റെ പരിപാടികൾ നോക്കി. കറിയൊന്നും വെക്കണ്ടായിരുന്നു, കാരണം ഒക്കെ തലേന്നത്തതുണ്ടായിരുന്നു, ഒന്നും ചീത്തയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതന്നെ ചൂടാക്കി എടുത്തു. കാരണം നമ്മൾ തിരുവോണത്തിനൊന്നും പഴയത് ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ തന്നെ എടുത്ത്
പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങളൊന്ന് മയങ്ങിയ ഗ്യാപ്പിന് പൂച്ച നല്ലൊരു പണി തന്നു. പൂച്ച ആ ബോർഡ് വെച്ചത് മുഴുവൻ തട്ടിമറിച്ച് അതിൻ്റെ പൂക്കളത്തിൻ്റെ മുകളിലേക്ക് നടന്നത് അലമ്പാക്കി തന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം വാവയ്ക്ക് ഞാൻ കുറച്ച് ആപ്പിളും പഴമൊക്കെ മുറിച്ചിട്ട് കൊടുത്തേ. പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ വരുന്ന ഗ്യാപ്പിൽ ഞാൻ എല്ലാ ഡ്രസ്സും ഒക്കെ തേച്ച് വെച്ചു കേട്ടോ. പിന്നെ ഏട്ടൻ വന്ന് ഞാനും വാവയും ഏട്ടനും കൂടെ പുറത്ത് പോയി അല്ലറ ചില്ലറ നമുക്ക് വാങ്ങാൻ ഉള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് ഫാൻസി ഡ്രസ്സിൻ്റെ സാധനങ്ങൾ, അങ്ങനെ ഇന്നർ വെയർ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് സെറ്റ് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് പാവാട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു സാരി പേഴ്സണേ അല്ല, അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിന്, സെറ്റും മുണ്ടിനും നല്ല കിഡിലും കളക്ഷൻസ് ഉണ്ടായിരുന്നു. ചെറിയൊരു ഷോപ്പാണെങ്കിലും അത് പെരുമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നബിദിനം ആയതുകൊണ്ട് തന്നെ പള്ളിയിലും പോകുന്ന വഴിക്കൊക്കെ നല്ല ബൾബൊക്കെ തൂക്കിയിട്ട് നല്ല വൈബായി ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾക്ക് നല്ല കിടിലൊരു പണി കിട്ടി. അതാണ് ഞങ്ങളിപ്പോൾ ട്രെൻഡ്സിൽ വന്ന് നിൽക്കുന്നത്. കിടിലൻ പണി എന്താണെന്ന് വെച്ചാൽ കാറിന് ചെറിയൊരു പണി കിട്ടി. പൂവാട്ടുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രെൻഡ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുന്നിൽ വെച്ചിട്ടായിരുന്നു കാറ് ബ്രേക്ക് ഡൗൺ ആയത്. നോക്കിയപ്പോൾ ബാറ്ററി മാറ്റാനായിരുന്നു. അപ്പോൾ കുറേ സമയം അവിടെ പോയി ഒറ്റയടിക്ക് നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോയി കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ തൊട്ട് മുന്നിലുള്ള ഫാൻസിയിൽ പോയിരുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി. വെറുതെ നമുക്ക് സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതൊക്കെ നോക്കി. അപ്പോഴത്തേക്കും വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്ന് നമുക്ക് അതിൻ്റെ ബാറ്ററി മാറ്റേണ്ടി വന്ന് ഒറ്റയടിക്ക് വലിയൊരു എമൗണ്ട് അപ്പം തന്നെ പോയി കിട്ടി. അപ്പം തന്നെ ഓണത്തിൻ്റെ ആ വൈബ് അങ്ങ് പോയി കിട്ടി. അത് നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ ഓരോരോ പണി വരിക. അത് കഴിഞ്ഞ് നമ്മൾ ഷവർമ്മ കഴിച്ചിട്ടുണ്ടായേ, അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇനി തിരുവോണത്തിൻ്റെ അന്നത്തേക്കുള്ളത് ഞാൻ വ്ളോഗാക്കി എടുത്തിട്ടില്ല, ഷോർട്സ് ആക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാനതൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, ഹാപ്പി